നമസ്കാരം. രേഷ്മ മാഡം, ഗുഡ് മോർണിംഗ്. കേൾക്കാലോ അല്ലേ? ഗുഡ് മോർണിംഗ് മാം, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ എന്നെ ഇവിടെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. പേര് മഞ്ജു, വയനാട് ജില്ലയിൽ പൂതാടി എന്ന സ്ഥലത്താണ് താമസം. ഈ ഒരു മഹത്തായ അവസരം എന്റെ കൈകളിൽ തന്നത് മറ്റാരുമല്ല, ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ ശക്തമായി പ്രവർത്തിക്കുകയും ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന മൂത്ത ചേച്ചിയായ ബിന്ദു മാഡമാണ്. മാഡത്തിന് ഈ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പൊ രേഷ്മ മാഡം ഇവിടെ സംസാരിച്ചു എന്നെ കുറിച്ച്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച സുകന്യ മാഡത്തിനും കൃത്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ആദ്യമായിട്ടാണ് ബാലുശ്ശേരി നമ്മുടെ NTS ലീഡർ അനിൽകുമാർ സാറിന്റെ ഈ ഒരു ടീമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോ ഒന്ന് എന്റെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ജീവിതശൈലി രോഗമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. ഒരുപാട് മരുന്നുകളെല്ലാം ഉപയോഗിച്ചു, ഒരു റിസൾട്ടും കിട്ടിയിരുന്നില്ല. പക്ഷെ ആ സമയത്താണ് ഓണാനോണിന്റെ ഹെർബൽ പേസ്റ്റ് കിട്ടിയതും മറ്റുള്ള ഓരോ ഉൽപ്പന്നങ്ങളും എന്റെ കയ്യിൽ കിട്ടിയത്. അപ്പൊ ആദ്യം തന്നെ കിട്ടിയത് ഒരു പല്ലിന് പുളിപ്പായിരുന്നു. ഒരുപാട് നാളുകൾ പഴക്കമുണ്ട് എന്റെ പല്ലിന് പുളിപ്പും മറ്റ് വേദനകളും എല്ലാം ആയിട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പേസ്റ്റും മരുന്നുകളും എല്ലാം മാറി ഉപയോഗിച്ചെങ്കിൽ പോലും അന്നൊന്നും ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിരുന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ ഷാജി സാർ, എന്റെ ഒരു ആങ്ങളെ കൂടിയാണ് ഷാജി സാറ്. ഷാജി സാറ് ഇങ്ങനെ പറഞ്ഞു, മഞ്ജു ഇന്നപോലെ ഒരു പേസ്റ്റ് ഉണ്ട്, നീ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു പേസ്റ്റ് ഉപയോഗിച്ചപ്പം നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടി. ആ ഒരു പല്ലിന് പുളിപ്പ്, എത്രയോ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പല്ലിന്റെ പുളിപ്പ് 2 ദിവസം പേസ്റ്റ് ഉപയോഗിച്ചതേ മാറി. അപ്പൊ ഒന്നും കൂടെ ഒരു ഇഷ്ടം തോന്നി പേസ്റ്റിനോട്. അങ്ങനെ ഈ ഒരു അവസരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, അന്ന് ഒരു വീട്ടമ്മയായിരിക്കാൻ ഈ അവസരത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്കിതൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പം എനിക്ക് 10ാം ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഞങ്ങൾ 5 മക്കളാണ്. അപ്പൊ ഈ 5 പേരില് 4 പെൺകുട്ടികളും ഒരു ആങ്ങളെയും അടങ്ങുന്ന കുടുംബമാണ്, അച്ഛനും അമ്മയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുറത്തിറങ്ങി പോയിട്ട് വലിയ ശീലങ്ങളോ പരിചയമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിനും ഒതുങ്ങി നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അവിടെ നിന്നും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു, നല്ലൊരു റിസൾട്ട് കിട്ടി. അങ്ങനെ കുടുംബശ്രീയിൽ ആക്റ്റീവായിരുന്നു. അവിടെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഹോം ഷോപ്പ് എന്ന് പറയുന്നൊരു സംരംഭം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ജില്ലാ മിഷൻ വഴി തന്നെ സാധനങ്ങൾ ഇറക്കിത്തരും, 5 രൂപ മുടക്കാതെ. മല്ലിപ്പൊടി, മുളക് പൊടി, ചായപ്പൊടി, കാപ്പിപ്പൊടി, അതുപോലെ നമുക്ക് നിത്യം ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങൾ നല്ല ഇതിൽ നമുക്കിവിടെ ഓരോ കുടുംബശ്രീക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അത് വീട്ടിൽ എത്തിച്ചു തരും. ആ ഒരു ഉൽപ്പന്നം ഞാൻ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ലാഭം, ആ പൈസ മാസത്തിൽ ഒന്നിച്ചാണ് അത് കൂട്ടുന്നത്, ആഴ്ചയിൽ കിട്ടില്ല. അങ്ങനെ അത് കണക്ക് കൂട്ടി അതിന്റെ ഒരു വരുമാനം 10,000 രൂപ വരെ എനിക്ക് മേടിക്കാൻ പറ്റി. അങ്ങനെ ആ ഒരു പരിചയം മാത്രമേ എന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുടുംബശ്രീയിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് മറ്റുള്ള ഓരോ ഷോപ്പുകളിൽ നിൽക്കാനൊക്കെ ചേച്ചിമാരെല്ലാം പറഞ്ഞ സമയത്ത് മടിച്ചു നിന്നു. കാരണം 10ാം ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ് മക്കളായി കുടുംബമായി. അങ്ങനെ പോയത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഷോപ്പുകളിലൊന്നും നിൽക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ഒരു കമ്പ്യൂട്ടർ ഒന്നും പഠിക്കാത്തത്